അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുതിയെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. രേണുസുതിയെ പറ്റി എന്ന് പറഞ്ഞാൽ അവർ അഭിനയമോ യാതൊന്നും പറ്റിയുള്ളതല്ല കേട്ടോ. അപ്പോൾ അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നൊപ്പം തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് പോയിന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. അപ്പോൾ ഇന്ന് പറയാൻ വന്ന കാര്യം വെച്ചാൽ രേണുസുതിയെ പറ്റി പറഞ്ഞാൽ രേണുസുതിയെ പറ്റി എനിക്ക് അങ്ങനെ വലിയ എതിർപ്പായിട്ടുള്ള അഭിപ്രായമൊന്നും അവരെക്കുറിച്ച് എനിക്കില്ല. അവരുടെ കഴിവിനനുസരിച്ച് അവർ അഭിനയിക്കുന്നുണ്ട്, അവരെ കാണാൻ കൊള്ളാമെന്നാണ്, അവർ ജീവിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് ഇറങ്ങുന്നു. അതിനൊക്കെ ഞാൻ അവരോട് സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. അവരിപ്പോൾ വീട്ടിൽ ഇരുന്നാൽ അവർക്ക് ആരും തിന്നാൻ കൊണ്ട് കൊടുക്കാനായിട്ടില്ല. അവർ വീട്ടിലൊരു പണിയില്ലാതെ കുഞ്ഞുങ്ങളെ കൊണ്ട് പട്ടിണിയായിട്ട് ഏതെങ്കിലും ഒരു ഓലപ്പരയ്ക്കകത്ത് കിടന്നാൽ ആരും അവരെ തിരിഞ്ഞു നോക്കാനായിട്ടില്ല. അവരിറങ്ങി ജോലി ചെയ്യുന്നു, അവർക്കറിയാവുന്ന ജോലി ചെയ്ത് അവർ ജീവിക്കുന്നു. അതിനൊക്കെ ഞാനൊരു മാന്യമായിട്ടൊരു തന്നെയാണ് കാണുന്നത്. അവർ നല്ലൊരു നടിയാണ്. ആദ്യമൊക്കെ ഇച്ചിരി എല്ലാവരും വരുമ്പോഴേ വലിയ നടന്മാരും നടികളൊന്നും ആയിട്ടൊന്നും അല്ലല്ലോ ആരും വരുന്നത്. കുറേ കഴിയുമ്പോഴത്തേക്ക് അവരുടെ അഭിനയത്തിന് ഇപ്പോൾ അവരുടെ അഭിനയമൊന്നും വലിയ ബോറൊന്നുമില്ല കേട്ടോ. ഞാൻ അവരുടെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടയ്ക്കൊക്കെ കാണുന്നതാണ്. കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ടൊക്കെ പോകുന്നു. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് അവരോട് വിയോജിപ്പുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളോട് എനിക്കൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മൾ ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീർക്കണം. പിന്നെ ആ പ്രശ്നങ്ങൾ വീണ്ടും നമുക്കൊരു പബ്ലിസിറ്റി കിട്ടാനോ അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് വീണ്ടും ഒന്ന് ഇതാകാൻ വേണ്ടി വൈറലാകാൻ വേണ്ടി വീണ്ടും അത് ഉയർത്തിക്കൊണ്ട് വരരുത്. അതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല. നമുക്ക് ഒരാളൊരു ഉപകാരം ചെയ്താൽ അത് പണ്ടുള്ളവർ പറയും ദാനം തന്ന പശുവിൻ്റെ വായി പല്ലുണ്ടോ നോക്കണ്ടെന്ന് ഇല്ലേ. അങ്ങനെ ഒരാൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പെട്ടെന്നൊരു ആളെ കൊണ്ട് സാധാരണക്കാരനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അതൊരെണ്ണം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ജീവിച്ച ജീവിതവും ഇപ്പോഴത്തെ ജീവിതമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ അങ്ങ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഇത്രയും മനുഷ്യർക്കിടയിലേക്ക് വലിച്ച് അഴിച്ചുകൊണ്ട് വരാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഈ ഒരു പ്രശ്നങ്ങൾ ഒതുങ്ങിയതായിരുന്നു കേട്ടോ. ഈ ഒരു കാര്യം ഒതുങ്ങി. ബിഗ് ബോസ് വന്നു, ബിഗ് ബോസിലെ കാര്യങ്ങളായി, അങ്ങനെ രേണുസുതി ഗൾഫിന് പോകുന്നു, അബുദാബി ദുബായ്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. രേണുസുതി ഇടുന്ന ഡ്രസ്സിൻ്റെ കാര്യത്തിലോ ഒന്നും ഞാനൊരു അഭിപ്രായം പറഞ്ഞില്ല. അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. ഒരു ഡ്രസ്സ് ഇടുക അല്ലെങ്കിൽ അവരെങ്ങനെ മേക്കപ്പ് ചെയ്ത് നടക്കണം, അവരെന്നാ ചെയ്യണം എന്നൊക്കെ അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ നാട്ടിൽ. അതുകൊണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് അവരുടെ രീതിക്ക് നടക്കാം. അതിനൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ചില കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് പറയുമ്പം അത് മറ്റുള്ളവരെ ബാധിക്കുന്നതാണെങ്കിൽ, അത് അവർക്കും കൂടെ ബുദ്ധിമുട്ട് വരുന്നതാണെങ്കിൽ, നമ്മളെ ഒരു സമയത്ത് സഹായിച്ചവരാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ബിഗ് ബോസിൽ തന്നെയല്ല, നമ്മുടെ രേണുസുതിനെ ഒരു പ്രാവശ്യം നല്ലപോലെ ഏറെ കയറ്റിവിട്ട ഒരാളുണ്ട്, ശാരിക എന്ന് പറഞ്ഞ്. ശാരിക രേണുസുതിയുടെ വീട്ടിൽ ചെന്നൊരു ചെറിയൊരു ഇൻ്റർവ്യൂ അങ്ങനെ എന്നാ ഒരു സംഭവം പോലെയാണ് എടുക്കുന്നത്. പുള്ളിക്കാരി ഭയങ്കര ഡയലോഗാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ പുള്ളിക്കാരുടെ ഒരു താല്പര്യമില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ ഞാൻ വെറുത്ത് പോയത് രേണുസുതിയുടെ ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിനകത്താണ്. ഇവരുടെ വായിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ ഒരു പെണ്ണിനെ എത്രയും മോശമാക്കാവും. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ സ്നേഹമായി. എന്നാ സ്നേഹം എൻ്റെ പബ്ലിക്കിലേക്ക് അത്രയും വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തേച്ച് പിന്നെ ഞങ്ങൾ സ്നേഹമായി എന്ന് പറയുന്ന കാര്യമല്ലേ. ഇവരും ഒരു സ്ത്രീയല്ലേ, ഇവർക്കൊന്ന് ചിന്തിക്കാമല്ലോ അവരെങ്ങനെ ജീവിക്കണം, അവരെ എത്രമാത്രം ഇത്രയും മോശപ്പെട്ട ഒരു ഇൻ്റർവ്യൂ രേണുസുതിനെ പറയുന്നത് ഒരു കമൻറ്റ് പോലും കണ്ടിട്ടില്ല. അതിനേക്കാൾ മോശമായിട്ടാണ് ഇവർ കൊടുത്തേക്കുന്നവർ. ഇപ്പം ഇവർ തമ്മിൽ ഭയങ്കര കയ്യൊപ്പയക്കുമാണ്. ഇവർ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഭയങ്കര രേണുവിന് ഒരു പറച്ചിലിന് ഒരു വ്യവസ്ഥയില്ല. ഒരു കാര്യം ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത്. അത് തിരിച്ചും മറിച്ചും ആരുടെ കൂടെ നിൽക്കുന്നു അവരുടെ കൂടെ നിന്ന് ആ കൂടെ സംസാരിക്കാനാണ് രേണുവിന് കൂടുതൽ താല്പര്യം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊന്ന് ചിന്തിക്കാനുള്ള. ബിഗ് ബോസിൽ പോയതിന് ശേഷം പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുസുതി പറഞ്ഞു, ഞാനൊരു കാര്യം കേൾക്കുമ്പം അത് ആലോചിച്ച് പെട്ടെന്ന് ഞാൻ മറുപടി വരെ ചിന്തിച്ചെടുത്തൊക്കെയാണ് പറയുന്നത്. പക്ഷേ ചുമ്മാതാണ്. അതിൽ പോയ പോലെ തന്നെയാണ് തിരിച്ചിറങ്ങി വന്നേക്കുന്നത്. ഒന്നും ചിന്തിക്കുന്നില്ല. ഇനി പുള്ളിക്കാരി ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. പുള്ളി അറിയാതെ പറയുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കുക. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് പക്ഷെ അറിയാതാണെന്ന് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കത് ഈ കാര്യം ഒന്ന് കേട്ടു നോക്കാം. എന്ന് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഒരു ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടും എനിക്കത് ഫീൽ ഞാൻ പറഞ്ഞിട്ടല്ലോ. ഇല്ല രേണു പറഞ്ഞിട്ടല്ല. വേണമെങ്കിൽ ഇതിന്റെ ലൈവിനകത്ത് ഓപ്ഷൻ ഇല്ല. ഇത് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞാൻ എന്റെ നിലപാടുകൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് ആരെ പേടിക്കേണ്ട കാര്യമില്ല. എന്റെ കാര്യം വന്ന് കയറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീഡിയോയിൽ പറയണമെന്ന് ഞാൻ ഇപ്പൊ ഇവിടെ ആരോടും രേണുവിനോട് പോലും പറഞ്ഞിട്ടില്ല. ഇത് പറയണമെന്ന് രേണു ഞങ്ങളെ ചിറ്റാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാണ്. ആരെയും ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തൊരാള് ക്യാമറയോ
ഇന്റർവ്യൂ ഒന്നും വേണ്ട. ഒരപ്പുറത്തെ അയൽ വീട്ടിൽ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ എന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന വീട്. ഓക്കെ, ഇതൊരു 10 വർഷമായ വീടാന്ന് പറഞ്ഞാൽ അന്തസ്. വേണം മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. 1-1.5 വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത്. അകം പോട്ടെ, അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? ഒരു പുതിയ വീട് കിടക്കുന്ന പോലെ അല്ല ഇത് കിടക്കുന്നത്. രേണുവിന് ഇത് ടെലികാസ്റ്റ് ചെയ്യണ്ട എന്ന് പറയാം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു കാര്യം കൂടെ എന്നോട് അവർ പറയുന്നുണ്ട് ഇത് ഇടണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാതിരിക്കാം എന്ന് പറയുന്നുണ്ട്. രേണു പറയുന്നുണ്ട്, ശാരികയോട് പറയുന്നുണ്ട്. ശാരികയുടെ സത്യങ്ങൾ ശാരിക വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ശാരികയുടെ ആ അന്നത്തെ ഇൻ്റർവ്യൂവിലും ശാരികയുടെ സത്യങ്ങളൊക്കെയാണോ ശാരിക വിളിച്ച് പറഞ്ഞത്? അന്ന് രേണുവിനൊന്നും തോന്നിയില്ലേ? ഇത് എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട്. ശാരികയ്ക്ക് ഇത്രയും സങ്കടമാണെങ്കിൽ ശാരിക ഇപ്പോൾ കുറച്ച് പൈസ ഒക്കെ കിട്ടി കാണൂല എന്നെല്ലാം ബിഗ് ബോസ് പോയി. ആ പൈസ കൊണ്ട് അതങ്ങ് ചെയ്തു കൊടുക്കുക. അതൊരു ഉപകാരമല്ലേ ഒരു മനുഷ്യന്? ഇനിയിപ്പോൾ രേണുവിനെ കൊണ്ട് അത് പറ്റത്തില്ലെങ്കിൽ ശാരികയെ കൊണ്ട് പറ്റുമെങ്കിൽ ശാരിക അത് വൃത്തിയാക്കി എടുക്കുക. ശാരിക പറയുന്നുണ്ട്, ഇവിടെ വന്ന് എല്ലാവന്മാർ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്, അതെടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, ഇവന്മാരും എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് തന്നെ ശാരികയുടെ വീഡിയോയിലൂടെ ശാരിക അത് കാണിക്കാതിരുന്നത്. രേണുവിനോട് ചോദിക്കുന്നുണ്ട്. രേണു ആ ചിരിച്ച് ആസ്വദിച്ചിരിക്കുന്നത് കണ്ടോ? എത്ര മോശമാണ് ഇതൊക്കെ, എത്ര മോശം. രേണു ഇത് ശരിക്കും ഒരു ആസ്വദിച്ചിരിക്കുകയാണ്. രേണു പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ എന്ന് പറയുന്നത്. പറഞ്ഞിട്ടല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ സംസാരിക്കേണ്ട. വേറെ എന്നതെല്ലാം നിങ്ങൾക്ക് സംസാരിക്കാനുണ്ട്, ആരുടെയെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്, അത് നമുക്ക് സംസാരിക്കേണ്ട. അവരതിൻ്റെ എല്ലാം ശരിയാക്കി തന്നിട്ടുണ്ട് എന്ന് പറയാം. ഇത് ബിഗ് ബോസിനകത്ത് വെച്ച് അനുവാണ് ചോദിച്ചത്, ചേച്ചി അതിൻ്റെ കാര്യം എന്നാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അത് പറഞ്ഞതിൻ്റെ കാര്യങ്ങളും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് വീഡിയോയിലൂടെ കേൾപ്പിക്കാം. കാര്യം അതിന് മുമ്പ് ഒരു കാര്യം കൂടെ കേൾപ്പിച്ചിട്ട്, ഇങ്ങനെയുള്ള വീഡിയോസ് ഇന്ന് വായി നാക്കൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെ വേണേലും വളച്ചൊടിച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് എത്രമാത്രം വേദനിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൻ്റെ പുറകിൽ കുറേ ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ആ ഒരു പ്രസ്ഥാനം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ മനുഷ്യൻ പറയുന്നതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ചിലപ്പോൾ പണി ചെയ്തപ്പോൾ എന്നിലൊക്കെ ഒരു പാളിച്ചകൾ പറ്റിയിട്ടുണ്ടായിരിക്കും. ഞാൻ രേണു പറയുന്ന കള്ളമെന്ന് പറയുന്നില്ല. ചിലപ്പോൾ എന്നിലൊക്കെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ ഈ വീട് പണിതപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഞങ്ങൾ അതെല്ലാം നമ്മൾ വലിയ വിഷയമാക്കുകയല്ല ചെയ്യേണ്ടത്. കാര്യം ഞങ്ങൾക്ക് ആ സമയത്ത് ഈ ഒരു വീടിൻ്റെ പണി ഞങ്ങൾക്ക് 7 മാസം കൊണ്ട് തീർക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾക്ക് പൈസ ഞങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് അതുപോലെ സെറ്റായില്ല. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ വർക്ക് ഞങ്ങൾ നിർത്തി വെക്കാൻ പറഞ്ഞാണ് ഇതിൻ്റെ എഞ്ചിനീയറോട്. ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞ് നിർത്തി വെക്കുന്നില്ല, മിണ്ടായിരുന്നോണം, ഇതിൻ്റെ പണി ഞാൻ നിർത്തോളാം എന്ന് പറഞ്ഞു. ഇതിൻ്റെ പണി തീർത്ത് കഴിഞ്ഞാണ് ഞങ്ങൾ ആ പൈസ മുഴുവൻ കൊടുക്കുന്നത്. അതുവരെ ഞങ്ങൾക്ക് സാവകാശം തന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങളത് വലിയ വിഷയമാക്കി എടുക്കുന്നില്ല. ഞങ്ങളെ ആ സമയത്ത് സഹായിച്ചതാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അല്ലാതെ അത് വലിയ വിഷയമാക്കാൻ നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ. ചെറിയ കാര്യങ്ങളൊക്കെ എന്നേലുമൊക്കെ ഒരു പെര വെച്ചാൽ എന്നേലുമൊക്കെ ഒരു ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂന്നേ. എന്നെയല്ല, ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ തന്നെ എന്തെല്ലാം അംഗവൈകല്യങ്ങളുണ്ടാകുന്നു ഇല്ലേ? ദൈവം സൃഷ്ടിക്കുന്നതാണ് മനുഷ്യൻ. പക്ഷേ എന്തെല്ലാം അംഗവൈകല്യങ്ങളുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്നിലൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇങ്ങനെ ഒരാളെ കരിവാരി തേക്കുന്ന പോലെ പറയുന്നത് ശരിയാണോ? നമുക്ക് ഇതും കൂടെ ഒന്ന് കേൾക്കാം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊല്ലം സുധിയുടെ വീടിനെ കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതൊന്നും വിട്ട കാര്യമാണ്. പേഴ്സണലി ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ചു നൽകുക എന്നുള്ളത്. അത് ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. മുൻപ് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിൻ്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും, ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള പലർക്കും അറിയില്ല. രേണുവിൻ്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് രേണു ഒരുപാട് സീരിയലുകൾ, അതേപോലെ ബിഗ് ബോസ്, ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് രേണു വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. ലൈഫിലും അവർ ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ആൾക്കാർ വഴിയും ഒരുപാട് ചീത്തപ്പേരുകളും ഒരുപാട് ഹരാസ്മെന്റും ഒരുപാട് തെറികളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ഒരു പേഴ്സൺ എന്ന രീതിയിൽ ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് പറ്റി? എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളത്. പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി, ഒരു 10 ആളെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി. അത് ലൈക്ക് അന്ന് കുറച്ച് സോഷ്യൽ മീഡിയ ഇന്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് മാത്രം. പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിന്, അല്ലെങ്കിൽ ആ വീടുമായിട്ട് സഹകരിച്ചവർക്ക്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എങ്കിൽ ഞാൻ പറയാം. ശത്രുക്കൾക്കോ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം, മിത്രങ്ങൾക്ക് ഇത് കേട്ട് ഒരു പക്ഷേ സഹതപിക്കാം. അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡെവലപ്പായി.
വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് തന്നു, ചാർജ് തന്നു. ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഭയം ജനമനസ്സുകളിൽ സോഷ്യൽ മീഡിയ വഴി നിറയ്ക്കാൻ രേണുവിനും രേണുവിൻ്റെ സുഹൃത്തുക്കൾക്കും സാധിച്ചു. അതിൽ അവർ വിജയിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു. ഇപ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിനെയും രേണുവിൻ്റെയും കുടുംബത്തിൻ്റെയും സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടാൻ പാടില്ല. അതിനകത്ത് ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ജീവിതം വഴിമുട്ടുന്ന ഒരവസ്ഥയായില്ലേ. രേണു പറയുന്നുണ്ട്, രേണു പൈസയ്ക്ക് വേണ്ടി ശരിക്കും വിഷമിച്ചിട്ടുണ്ടെന്ന്, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇതുപോലെ അവർക്ക് രേണുവിന് ഒന്നല്ലെങ്കിൽ അടുത്തൊരു പരിപാടിയിലേക്ക് വരാൻ പറ്റി. രേണുവിന് ഇങ്ങനൊരു, അതും സുധിയുടെ പേര് ഒരു ലേബൽ ഉള്ളതുകൊണ്ടാണ് രേണുസുധി ഇത്രയും ഫേമസ് ആകാൻ കാര്യം. അപ്പം അതൊന്ന് ചിന്തിച്ച് നോക്കുക. ആ വരുന്ന മനുഷ്യർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഈ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ രേണുസുധി ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഇരുത്തി ഒന്ന് ചിന്തിച്ച് നോക്കുക. രണ്ട് സൈഡിൽ നിന്ന് പലരും കാണും നമ്മളെ കോമാളിയാക്കാനായിട്ട്, പലരും കാണും. ഇപ്പോൾ ഈ ശാരികം വന്ന് കാണിച്ചേക്കുന്നതാണ്. ശാരിക വലിയ എനിക്ക് ഇഷ്ടമല്ല, ഉള്ള സത്യം ഞാൻ പറയാം കേട്ടോ. ഒരു അഹംഭാവമാണ് അവർക്കങ്ങ്. ഒരു നല്ല അവരെ ഒന്നും പറയാൻ പാടില്ല, അവർക്ക് ആരെയും എന്നതും പറയാം, അങ്ങനെ ഒരു മൈൻഡാണ് അവരുടേത്. അവർ വന്നിരുന്ന് ഇത്രയും രേണുവിനെ കൊണ്ട് പറയിപ്പിച്ച് ഇത് രേണുവിന് നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ, ഒരിക്കലും രേണുവിന് പോസിറ്റീവായിട്ട് വരത്തില്ല. രേണുവിന് ബിഗ് ബോസ് വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ രേണു പറഞ്ഞു ഒരു മറുപടി കൊടുത്തത്. എനിക്കൊന്നും അത് അനുമോളാണെന്ന് തോന്നുന്നു, ഞാൻ ആ ഒരു എപ്പിസോഡ് കണ്ടായിരുന്നു, അനുമോളായിരുന്നു തോന്നുന്നു. രേണു അന്നേരം പറഞ്ഞ കാര്യം, ആ ഒരു വാക്ക് അന്നേരം പറഞ്ഞ പോലത്തെ ഒരു വാക്ക് ഈ ശാരികയോട് ഇവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വീണ്ടും ഇത് കുത്തിപ്പൊങ്ങുമായിരുന്നു. രേണുവിന് എനിക്കൊന്നൊരു നെഗറ്റീവൊക്കെ ഒന്ന് മാറി വരുമായിരുന്നു തോന്നി. രേണുവിൻ്റെ നെഗറ്റീവൊക്കെ മാറി വന്നു. പിന്നെ രേണു പോകുന്നതും വരുന്നേക്ക് അത് സ്വാഭാവികം, മനുഷ്യരല്ലേ, പൊതുജനം പലവിധം എന്നതേലും ഒക്കെ പറഞ്ഞു നിന്നിരിക്കും. അത് ആര് നടന്നാലും പറഞ്ഞു നിന്നിരിക്കും. ആ ഒരു മറ്റല്ല ഒരു നെഗറ്റീവൊക്കെ മാറി രേണുവിനെ ഒരു ഇച്ചിരിയൊക്കെ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും രേണു നെഗറ്റീവിലേക്ക് തന്നെ പോകാൻ നോക്കുവാണ്. ഈ കാര്യം ഒന്ന് കേട്ടോക്കെ. ഇതുപോലൊന്ന് രേണുവിന് അങ്ങ് പറയായിരുന്നു ശാരികയോട്, ശാരിക വേണ്ട എന്നിങ്ങനെ പറഞ്ഞത് ഒഴിവാക്കായിരുന്നു ഈ ഒരു പ്രശ്നം. ഈ സംസാരം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് എന്നോട് ഒരു കണ്ടസ്റ്റന്റ് ഇതിനെപ്പറ്റി ചോദിച്ചു, എന്താണ് വീട് പണിത് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. അല്ല, അത് പുറത്ത് സംസാരിക്കണം, അകത്ത് സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ. അതാരാണ് ഞാൻ പിന്നെ പറയാം, കണ്ടസ്റ്റന്റ് ആരാണ്. നീ ഉണ്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അത് തട്ടി മാറ്റി കഥ പറഞ്ഞു, അത് അവരെല്ലാം ക്ലിയർ ചെയ്ത് തന്നു എന്ന് പറഞ്ഞ് അത് കട്ട് ചെയ്തു. അതുപോലെ ഇതും കട്ട് ചെയ്യായിരുന്നു, അവരെല്ലാം ക്ലിയർ ചെയ്ത് തന്നു എന്നും പറഞ്ഞിട്ട് അത് കട്ട് ചെയ്യായിരുന്നു. വീണ്ടും ഒരു മനുഷ്യനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നതാണ് കിട്ടുന്നത്. ആ പുള്ളി പറഞ്ഞു കേട്ടോ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എടുത്ത തെറ്റായ ഒരു തീരുമാനമാണ്. ഇങ്ങനെയൊക്കെ ഒരാളെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇത് തന്നെയല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. രേണു ഇപ്പം പറയുന്ന അല്ല പിന്നെ പറയുന്നതും ഓരോ കാര്യങ്ങളും. എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് യാതൊരു പിണക്കവും ഇല്ല കേട്ടോ, യാതൊരു പിണക്കും. കാര്യം എനിക്കിഷ്ടമാണ് അവരെ, ഇഷ്ടമാണെന്ന് പറയാൻ കാര്യം വെച്ചാൽ നല്ല ധൈര്യമുണ്ട് അവർക്ക്. അവർ ജീവിതത്തിൽ തോറ്റുപോയൊരു സ്ത്രീയല്ല, അവർ വിജയിച്ച ഒരു സ്ത്രീയാണ്. അവർ മുന്നോട്ട് വിജയിച്ച് കയറി വന്നതാണ്. അത് തന്നെ ഞാൻ പറയാം. അല്ലാതെങ്കിൽ അവർ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് കിടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ദാരിദ്ര്യം വരിക ഒന്നുമല്ല, അതിലേക്ക് പോവല്ല അവർ ചെയ്തത്. അവർ അതിൽ നിന്ന് ഉയർന്നെണീറ്റ് വരാനാണ് നോക്കിയത്. അത് ബാക്കി കാര്യങ്ങൾ എന്നതും ആയിക്കോട്ടെ, അവരെ പറ്റി നെഗറ്റീവ് പറയുന്ന ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അവരുടെ ആ ഒരു സ്റ്റാൻഡ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. കാര്യം അവർ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവരുടെ അപ്പനെയും അമ്മയും കൊണ്ട് ഏതെങ്കിലും ഒരു മൂലക്കിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളവർ, അവരൊരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാര്യം ഋതപ്പം കുഞ്ഞാണ്, തീരെ കൊച്ചാണ്. ആ ഒരു കുഞ്ഞു കൊച്ചിനെ, ഒരു കുഞ്ഞു പിള്ളേരുള്ള വീട്ടിൽ നമ്മളൊരു കുഞ്ഞുങ്ങളെ എത്രമാത്രം നോക്കണം എന്നുള്ള കാര്യം നമുക്ക് നല്ലപോലെ അറിയാം. കാര്യം അതുങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വിലയാണ്. ആ കൂടെ ഒരു പണിയില്ലാതിരുന്നാൽ എന്നാ ചെയ്യും അവസ്ഥ. അതുപോലെ തന്നെ അവരുടെ അച്ഛന് വയ്യാത്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞ നെഗറ്റീവ് ഒന്നും ഞാൻ ഇതിലേക്ക് പറയുന്നില്ല. ആ ഒരു കാര്യം വെച്ചാണ് പറഞ്ഞത്. രേണു ഒരു ആളായി വന്ന് ഇത്രയും നെഗറ്റീവ് പറഞ്ഞിട്ടും അവർ ധൈര്യത്തോടെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നും പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനൊക്കെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യുന്നത്. അവരെ ഓരോന്നും ഓന്തെന്നും ഒക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവർക്കൊരു സൗന്ദര്യമില്ലായ്മ തോന്നിയിട്ടില്ല കേട്ടോ. അവർക്ക് ആവശ്യമുള്ള സൗന്ദര്യമുണ്ട്. പിന്നെ അഭിനയം, ആദ്യമൊക്കെ നമുക്ക് വലിയ അഭിനയം, ഇപ്പം എന്നോട് ഒരാൾ എന്നൊന്നും അഭിനയിക്കാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ ഇതിനേക്കാൾ ബോറായിട്ടായിരിക്കും ഞാൻ കാണിക്കുന്നത്. അങ്ങനെ പലരും നമ്മുടെ പുതിയതായിട്ട് വന്ന ഓരോ നടന്മാരെ നമുക്കൊക്കെ അറിയാം. പഴയ സിനിമകളൊക്കെ എടുത്ത് ആദ്യമായിട്ടൊക്കെ അഭിനയിച്ചിരിക്കുന്നതൊക്കെ എങ്ങനെയൊക്കെ അവരൊക്കെ ഇന്ന് ഏത് നിലയിലാണ് നിൽക്കുന്നത്. അപ്പം പറയാം, അവരെ ഒന്നും വെച്ച് രേണുവിനെ സാമ്യപ്പെടുത്തരുതെന്ന്. രേണുവിനെ എന്നെ സാമ്യപ്പെടുത്തുന്നത് കുഴപ്പമൊന്നുമില്ല, അവർ നല്ലൊരു നടിയാണ്, എനിക്കവരെ ഇഷ്ടമാണ്. അവരുടെ ഈ
കാര്യങ്ങളാണ്. അവരിങ്ങനെയുള്ള ആവശ്യമില്ലാത്തതിനകത്ത് പോയി ഉള്ള വള്ളിക്കേസിട്ട് പിടിച്ചു വെക്കുന്നതാണ് അവർക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നോക്കിയോ, ഇത് കഴിയുമ്പോൾ അവർക്ക് വരുന്ന കാര്യങ്ങളൊക്കെ കാണാം. ഓരോന്നിനും അവർ ശരിക്കും നാണം കെട്ടുകൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു കാര്യം അവർ വീണ്ടും എടുത്തിട്ടാൽ അതിന് പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞിട്ട് ആൾക്കാർ വരും. എന്നിട്ട് ശാരിക പറയുന്നുണ്ട് നിന്നെ കൊണ്ട് ഒരുപാട് പേര് കഴിയുന്നുണ്ടെന്ന്. ശാരിക പിന്നെ എന്നാ ചെയ്യുന്നത്? ശാരിക പിന്നെ ഇൻ്റർവ്യൂ എടുത്തേച്ച് അലമാരി കൊണ്ടുപോയി പൂട്ടി വെക്കുകയാണ് ചെയ്തത്. അതും പുറത്തോട്ട് വിടുകയല്ലേ ചെയ്യുന്നത്, ചാനലിൽ കൂടെ വിടുകയല്ലേ ചെയ്യുന്നത്. അല്ലാതെ അത് അലമാരി പൂട്ടി വെച്ചാൽ ഇവിടെ ഇരുന്നോട്ടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാലല്ലോ പോകുന്നത്. അവരും ജീവിക്കാൻ പറ്റും. അപ്പോൾ അവരെ കൊണ്ട് നിങ്ങളും ജീവിക്കുന്നില്ലേ? ഇവരുടെ ഡയലോഗ് ഈ ഒരു ഇൻ്റർവ്യൂ ഫുള്ള് കണ്ടാണ്ടല്ലോ നമുക്ക് കലിപ്പ് വരും. ഇങ്ങനെ ശാരിക രേണുവിനെ അങ്ങ് പുകഴ്ത്തി പൊക്കി രേണു തിരിച്ച് ശാരികനെ ഭയങ്കര ഇതാക്കുന്നു. ഇവർ രണ്ടുപേരും ഉള്ളു ഈ ലോകത്ത് നല്ലവരെന്നുള്ള രീതിക്കാണ് ഇവരുടെ സംസാരം. അതുപോലെ ഈ വീടാണേലും ഇവർ ഈ സമൂഹത്തിലേക്ക് വന്നതാണേലും എല്ലാം ഒരാളുടെ പേരിലാണ്. കൊല്ലം സുധി എന്നുള്ള ഒരു ലേബൽ മാത്രമാണ്. ഇവരുടെ ഭർത്താവ് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, ഒരു നടനോ ഒന്നും അല്ലാതിരിക്കട്ടെ, ഇങ്ങനെ ഒന്നും അല്ലായിരുന്നെങ്കിൽ ഇവരൊരിക്കലും ഇങ്ങനെ കയറി വരികയില്ലായിരുന്നു. ഇവർക്ക് എത്ര കഴിവുണ്ടെങ്കിലും ഇവർ കയറി വരും. ചിലപ്പോൾ വരുമായിരിക്കും, 1-2 ഷോർട്ട് ഫിലിമിലൊക്കെ ഒന്ന് അഭിനയിച്ച് ഇവരങ്ങ് ഇവരെ പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല. ഇവർക്ക് ഇത്രയും പബ്ലിക്കിലേക്ക് ഇത്രയും ഈ കൊല്ലം സുധിയുടെ ഭാര്യ എന്നൊരിത് വെച്ചാണ് ഇവർക്ക് എല്ലാത്തിനകത്ത് ഇവർക്കൊരു ഇത് വരുന്നത്. ഇവർ അല്ലാതെ ഒറ്റയ്ക്ക് കയറി വന്നവരല്ല. ഇവർ ഇതിനകത്ത് ശാരിക പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് കയറി വന്നാണ്, ആരുടെയും ഒരു ഇതില്ലാതെ, ആരുടെയും ഒരു ലേബലില്ലാതെ കയറി വന്നതെന്ന് പറയുന്നുണ്ട്. ഒരിക്കലുമല്ല, ഒറ്റയ്ക്ക് വന്നതല്ല. ഈ കൊല്ലം സുധിയുടെ പേരുള്ളതുകൊണ്ട് മാത്രമാണ് ഈ രേണുസുധി കയറി വന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും വരികയില്ല. അങ്ങ് എവിടെയെങ്കിലും ഒന്നെങ്കിൽ ഏതെങ്കിലും വല്ല തൊഴിലുറപ്പിനോ അല്ലെങ്കിൽ വല്ല കൂലിപ്പണിക്കോ അങ്ങനെയൊക്കെ പോയി നിൽക്കുന്നവരോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജോലി ഇവർ ചെയ്ത് എങ്ങനെയൊക്കെ തട്ടി മുട്ടി ഇവരുടെ കുടുംബം ഇവർ മുന്നോട്ട് കൊണ്ടുപോകത്തേ ഉള്ളായിരുന്നു. അവരാ പറയുന്നത് ഇവിടെ ആയിരുന്നു കേൾപ്പിക്കാൻ ആകുന്നത് സുധിയുടെ മരിച്ചതിന് ശേഷമല്ലേ? അല്ല, മരിച്ചിട്ട് ഇപ്പൊ 2 വർഷം. ഈ ഓൺലൈൻ മാതിരി നമ്മൾ ഈ ഒരു 6 മാസമായിരുന്നു ചാന്ത് കുടഞ്ഞൊരു അതുകൊണ്ടേ ആയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കുറഞ്ഞ കാലം ഒരാളുടെ ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ നിന്നെ ബിഗ് ബോസിലേക്ക് എനിക്ക് ക്ഷണം കിട്ടിയോ അതിൽ കയറാൻ പറ്റുകയും ചെയ്യാന്ന് പറയുന്നത് വലിയ ആരുടെയും സപ്പോർട്ട് ഇല്ലാതാണ് കയറി വന്നതെന്ന്. ഈ ബിഗ് ബോസ് കിട്ടാനുള്ള കാരണം എന്നാ? ഇത്രയും വൈറലായത് എങ്ങനെയാണ്? ഈ ചാന്തുപുട്ടെന്ന് പറഞ്ഞ ആ ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. കൊല്ലസുധിയുടെ ഭാര്യ കാണിക്കുന്ന കണ്ടോ എന്നൊക്കെ പറഞ്ഞാണ് തമനയിൽ വരുന്നത്. അന്നേരമാണ് നമ്മൾ പെട്ടെന്ന് ഇത് എന്നാ സംഭവം എന്ന് അറിയാൻ വേണ്ടി അതിലേക്ക് കയറി നോക്കുന്നത്. പിന്നെ അടുത്തത് വരുന്നത്, അയ്യോ ഇവർക്ക് നാണമില്ല ഇങ്ങനെ കാണിക്കാനായിട്ട്, മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് നെഗറ്റീവാണ് അവരുടെ ഇതിനകത്ത് മൊത്തം. അത് കാണാൻ വേണ്ടിയാണ് ആൾക്കാർ അതിനകത്ത് കയറിയത്. അത് കൊല്ലസുധിയുടെ ഭാര്യ എന്നുള്ള പേര് വന്നുകൊണ്ടാണ് എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിച്ചത്. അതേസമയം അയ്യോ ഇവർ കാണിക്കുന്ന കണ്ടോ എന്ന് ചോദിച്ചാൽ ആരും നോക്കാൻ വരത്തില്ല, അത് അവിടെ കിടക്കത്തേ ഉള്ളൂ. ഈ കൊല്ലസുധിയുടെ ഭാര്യ കാണിക്കുന്നുണ്ട് എല്ലാത്തിനകത്തും, ഏതിനകത്തും. ഈ പുള്ളിക്കാരി തന്നെയാണ് ഒരു ദിവസം എനിക്ക് തോന്നുന്നു അവർ ശ്വാസം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ രേണുസുധി എന്ന് പറയുന്നുണ്ട്. ആ രേണുസുധി എന്ന് പറയുന്ന പേര് അവർ ഉച്ചരിക്കുന്നത് അങ്ങേർക്ക് ഇത്രയും ഒരു പുറത്ത് അങ്ങനെ അറിയാവുന്ന ഒരു ഇതായതുകൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ ആ പേര് അതിൻ്റെ വാല പിടിക്കാൻ ഇവർ വലിയ മെനക്കെടുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ ഓരോ കാര്യങ്ങളും പറയുന്നതിന് യാതൊരു വ്യവസ്ഥയില്ലെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഇനിയുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇവരുടെ വേറൊരു കാര്യത്തിലേക്ക് ഇവർക്ക് ഈ വാക്കിന് വില ഒരുമാതിരി വ്യവസ്ഥയില്ലാത്ത, അത് പണ്ടുള്ളവർ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, അന്നേരം കാണുന്ന വിളിക്കുന്നൊരിത്, അത് അങ്ങനെ ഉള്ളൊരു സ്വഭാവം എന്ന് പറയും. അതാണ് സത്യം പറഞ്ഞാൽ ഇവർക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് കാലത്തേക്ക് നമുക്കൊരു ഇതായിരിക്കും. ഇപ്പോഴും ആ ഒരു ഇത് ബിഗ് ബോസ് ഇങ്ങനെ തലേക്കിടന്ന് കറങ്ങും. കുറെ നാൾ എടുക്കും. അത് ഞാനും കേട്ടിട്ടുണ്ട്. കുറച്ച് നാൾ എടുക്കും ആ ബിഗ് ബോസിന്റെ ഹാലൂസിനേഷൻ ഇറങ്ങിയ പല ആൾക്കാരിൽ നിന്നും നമുക്കത് തോന്നി. നേരത്തെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് പോയി അയച്ചു പിന്നെ നോണ പറയുന്നു. പക്ഷെ എന്തോ ആക്ടിങ് ഒക്കെ എന്നറിയാവോ. അതിൻ്റെ ഒപ്പം തന്നെ അതിന്റെ ബാക്കി വേറെ കാര്യം കൂടെ ഞാൻ കേൾപ്പിക്കാവേ. ഈ ബിഗ് ബോസ് ഇപ്പൊ കഴിഞ്ഞു, അനു വിന്നറായി, അനു കപ്പ് കൊണ്ടുപോയി. നമ്മളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് പോകുമ്പോഴും ഷോ കഴിഞ്ഞിട്ട് ഷോ വിടാതിരിക്കുന്ന കുറച്ച് പേരില്ലേ? കാണും. ഞാൻ എന്നെ സംബന്ധിച്ച് മസാരി നമ്മുടെ ഈ ഷോ കഴിഞ്ഞോണ്ട് ഞാൻ തപ്പുവാ. എന്റെ ആൽബത്തിന് എത്ര വ്യൂ ആയി, എന്റെ റീൽ ആരെങ്കിലും കണ്ട കമന്റ് എന്തുവാ, തിരിച്ച് 2 പറയട്ടെ, ഇതൊക്കെയാണ് അതെ. അപ്പുറം ഇപ്പുറം എല്ലാവരും അയ്യോ ബിഗ് ബോസിന് ഇതൊക്കെ ഇത് കാണുമായിരുന്നു, എന്താ അവരെ പറ്റി എന്താണ്. ഞാനപ്പൊ എന്റെ കാര്യങ്ങൾ, ഞാൻ ഈ ആൽബം കാര്യങ്ങൾ നോക്കാം, ഞാൻ അന്നേരം വിട്ടു. അതിന് മുമ്പ് ശാരികയുടെ കൂടെ ഇരുന്ന് പറഞ്ഞു തന്നതാണ്. ഇത് മസ്താനിയുടെ കൂടെ ഉള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ഇത് 2 ദിവസം മുമ്പ് കണ്ടിറങ്ങിയാൻ തോന്നും, അതോ ഇന്നലെ കണ്ടിറങ്ങിയാൻ തോന്നും. അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് മസ്താനിയുടെ അടുത്ത് പറയുന്നത്. അത് പറഞ്ഞ് ഒന്നിനോട് പുള്ളിക്കാർ പറയുന്നത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് സംസാരിക്കാൻ തന്നെ കുറേയൊക്കെ കാര്യങ്ങൾ. പിന്നെ ഒരുപാട് നമ്മൾ ആവശ്യമില്ലാതെ മറ്റൊരാൾ പറയുന്ന കേട്ട് ഇങ്ങനെ ഒരുമാതിരി കീ കൊടുക്കുന്ന പാവയായിട്ടിരുന്ന് സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ശാരികയുടെ ഇതിനകത്ത് ഒത്തിരി പറയുന്നുണ്ട്, PR വർക്കിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. രേണുസുധിക്കും ഉണ്ടായിരുന്നല്ലോ PR വർക്ക്.
രേണുസുതി ലാലേട്ടനെ എടുത്തിട്ട് വലിച്ചു കീറിയൊരു സീനാണത്. ആ നോമിനേഷൻ വന്നപ്പോഴത്തേക്ക് ആ ഒരു ഇതിൻ്റെ വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ലാലേട്ടൻ ആ ഇതിനകത്ത് തന്നെ കാണിക്കുകയും ചെയ്തു. ആ ബിഗ് ബോസിലെ ആ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ അത് കാണിക്കുകയും ചെയ്തു. രേണുസുതി കരിഞ്ഞു പോയൊരു നിമിഷമാണ്. അതിനാണ് PR എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് PR എന്ന് പറയുന്നത്. PR എന്ന് പറയുന്നത് അല്ലാതെ 1000 വോട്ട് കൊണ്ടേ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന അല്ല PR. പ്രേക്ഷകരിലേക്ക് ഇറങ്ങി വന്ന് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന പ്രശ്നങ്ങളാണ് അതിനകത്ത് നടക്കുന്നത്, ഇന്ന കാര്യങ്ങളാണ്, അവരിത്രയും വിഷമിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഇന്നയാൾ ഇന്ന പോലെ പറയുന്നു. അതൊക്കെ ഓരോരുത്തരുടെ കഴിവാണ്. അങ്ങനെയൊക്കെ ഒരു ഇത് കൊടുത്ത് രേണുവും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും പറയണ്ട. PR-നെയൊക്കെ പുച്ഛത്തോടു കൂടി രേണു പറയുന്നുണ്ട്. PR കൊണ്ടും വിന്നറാകാം എന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. PR കൊണ്ട് മാത്രം വിന്നറാകത്തില്ല. അവിടെ പലർക്കും PR ഉണ്ടായിരുന്നു. എനിക്കൊന്ന് നെവിന് PR ഇല്ലായിരുന്നു തോന്നുന്നു കേട്ടോ. നെവിൻ്റെ കുസൃതിയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നെവിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ബാക്കി എല്ലാവർക്കും PR-ഉം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് വല്ലതൊക്കെ കാണിക്കണം. കാണിച്ചാലേ ഉള്ളൂ PR-ന് വല്ല പണികളില്ല. PR-ഉം ഇരുന്നുറങ്ങും, അതിനകത്തുള്ളവരും ഇരുന്നുറങ്ങും. ഒന്നും ചെയ്യാനില്ല, പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാനില്ല. അതേ ഉള്ളൂ കാര്യങ്ങൾ. ഇതുപോലെ തന്നെ മസ്താനിനെ രേണു പറയുന്നുണ്ട്. ഈ ശാരികയുടെ ഒരു ഇതിനകത്ത് മസ്താനിനെയാണ് പേരെടുത്ത് പറയുന്നില്ല. ഞാനത് പിന്നെ പറയാം ആരാന്ന്. പക്ഷേ ആ വീഡിയോ കണ്ടവർ എന്നെ പൊട്ടന്മാരാണ്, അവർക്കൊക്കെ അതറിയാം. അന്ന് അതിനകത്ത് നടന്ന സംഭവങ്ങളൊക്കെ കണ്ടവരെല്ലാം ഉണ്ട്, അവർക്കറിയാം മസ്താനിയെ പറയുന്നതെന്നറിയാം. മസ്താനി ഏതാണ്ട് ഇവരായിട്ടൊരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ആ കാര്യങ്ങൾ അവിടെ നിർത്തിക്കൂ എന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മരിച്ചുപോയ ആളെ എടുത്തിട്ടു എന്നൊക്കെ പറഞ്ഞ് രേണു ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ രേണു മസ്താനിയായിട്ട് സംസാരിക്കുന്ന ഈ ഇൻ്റർവ്യൂ തന്നെ വേറെ കാര്യം കേൾപ്പിക്കാൻ എനിക്ക് മനസ്സിലായി. ആള് നല്ല സോഫ്റ്റ് ആണ് ഹാർട്ട്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആള് ഡൗൺ ആവും അല്ലേ. ഞാനെന്നാ എന്റെ പൊന്നു മസ്താനി എന്നേ പോണ്ടതാ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയണ്ടല്ലേ. ഞാൻ യാതൊരു മൈൻഡ് ചെയ്യില്ലടാ. അന്നും ഇന്നും ഒരുപോലെ. ഇനി എന്തൊക്കെ രേണുസുതിയെ പറ്റി അപവാദങ്ങൾ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അത് എൻ്റെ ഒരു കഴിവാണോ, ഇനി എൻ്റെ വിവരമില്ലായ്മയാണോ ബുദ്ധിയില്ലായ്മയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക്. അതിനൊരു എന്താ പറയാ, അതിനൊരു പ്രത്യേക കഴിവ് വേണമെന്നാ തോന്നുന്നത് എനിക്ക്. കണ്ടോ, മസ്താനിനെയാണ് അപ്പോൾ എഴുത്തിയത് മനസ്സാന്നും ഒക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. സൗകര്യം പോലെ ഇങ്ങനെ നിന്ന് തിരിഞ്ഞു മറിഞ്ഞ് പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് അതുപോലെ തന്നെ പറയുന്നുണ്ട്, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ കമൻറ്റാണ് നോക്കിയത്, ആരെ ചീത്ത വിളിക്കണം. അപ്പോൾ കമൻറ്റ് നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നതാണോ പറയുന്നത്? ഞാൻ നോക്കിയില്ല, എനിക്ക് വേറെ ആൾ അയച്ചു തന്നു, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി അയച്ചു തന്നു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നു, മറ്റവർ അയച്ചു, ഇങ്ങനെ ഈ പുള്ളിക്കാരി പറയത്തുള്ളൂ. വിവരമില്ലായ്മയുണ്ട് എന്നാന്ന് പറയാം. പക്ഷേ തൻ്റെ ഇടത്തിന് ഞാൻ അവർക്ക് 100% മാർക്ക് ചെയ്യാൻ കൊടുത്തേക്കും, 100 കൊടുത്തേക്കുവാണ്. കാര്യം അങ്ങനെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അവരിന്നും ഈ സമൂഹത്തിൽ നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ വിവരമില്ലായ്മ കൊണ്ടാണോ ഞാനിങ്ങനെയെന്ന് ചോദിച്ചാൽ, വിവരമില്ലായ്മ കൊണ്ടാണ് വായിന്ന് വരുന്ന വാക്കുകളാണ് ഇവരെ ഒരുപാട് കുറിച്ച് ഇവർ തന്നെ പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് നേരെ തന്നെ തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പോലും അത് ശരിയോ തെറ്റോ എന്ന് പോലും ചിന്തിക്കാനുള്ള സമയം പുള്ളിക്കാരി എടുക്കുന്നില്ല. വായി വരുന്നത് അങ്ങ് പറയുന്നു, പിന്നെ അതിൻ്റെ നെഗറ്റീവ്. പക്ഷേ ഇപ്പോഴും വീണ്ടും പഴയ കാര്യങ്ങൾ എനിക്കൊന്നേ ഈ ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസിൻ്റെ ഇതാണ് ഇപ്പോൾ കൂടുതലും ആൾക്കാർ വന്നത്. അനുമോളെയാണ് കൂടുതലും. അനുമോള്, അനീഷ്, നെവിന് ഇവരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുക. പുള്ളിക്കാരി അവിടെ ഒരു ഇച്ചിരി ഒന്ന് ഒതുങ്ങിപ്പോയി എന്ന് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം വീണ്ടും ഒന്ന് കത്തിക്കയറാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം എടുത്തിട്ടേക്കുന്നത്. ഇവർ ഈ ഇൻ്റർവ്യൂ ഇട്ടപ്പോഴത്തേക്ക് ഫിറോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഭാഗനായിരിക്കാൻ വേണ്ടി വന്നു. ഇനി അത് കണ്ട് മറ്റുള്ളവരത് റിയാക്ട് ചെയ്യും. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്, അതെടുത്ത് ഞാനും ഒക്കെ കാണിച്ച പോലെ നമ്മൾ എതിർക്കും. അപ്പോൾ അത് അടുത്ത ആളിലേക്ക് ചെല്ലും. അപ്പോൾ വീണ്ടും രേണു കയറി വരും. അതാണ് രേണുവിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവിടെ കുറെ പുഴുക്കുത്തുകളുണ്ട് അല്ലേ. നമ്മൾ ഇപ്പൊ ഈ പറയുന്ന പോലെ ബിഗ് ബോസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം സെലക്ഷൻ, അതായത് എന്തിനാണ് അവർ ഇങ്ങനെയുള്ള ആ കണ്ടസ്റ്റൻസിനെ എടുത്തു വെച്ചതെന്ന് സത്യമാണ്. ഞങ്ങളെല്ലാം ചോദിച്ച കാര്യമാണ്. നിന്നെയൊക്കെ എന്തിനാണ് അതിനകത്തോട്ട് കയറ്റി വിട്ടതെന്ന് ഞങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വർത്തമാനം കേട്ടാൽ തോന്നി ഇവർ രണ്ടുപേരും മാത്രമുള്ളായിരുന്നു ബിഗ് ബോസിൽ നല്ലതായിട്ടുണ്ടായിരുന്നത്, ബാക്കി മൊത്തം മോശം ആൾക്കാരായിരുന്നു, പുഴുക്കുത്തുകൾ എന്നതൊക്കെയാണ് പറയുന്നത്. ബിഗ് ബോസിൽ നിന്ന് പോന്നു, അവിടുന്ന് വന്നപ്പോഴേ ആ കാര്യങ്ങൾ വിട്ടു എന്ന് രേണു പറയുന്നുണ്ട്. പക്ഷേങ്കിൽ വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് തന്നെ. ഞങ്ങളെല്ലാം ഈ 7ാം സീസണിൽ എന്നാത്തിനാണ് ഇതിനെയൊക്കെ അങ്ങോട്ട് കയറ്റി വിട്ടതെന്ന് ഞങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇവരുടെ വിചാരം ഇവരേണ്ട ഭയങ്കര കാര്യങ്ങൾ അതിനകത്ത് കിടന്ന് കാണിച്ചു, ഇവരാണ് വലിയ ആൾക്കാർ, അതുകൊണ്ട് ഇവരിങ്ങനെ ഇറങ്ങിപ്പോന്നു, രേണു സ്വന്തമായിട്ട് ഇറങ്ങിപ്പോന്നു, മറ്റവർ അവർ പോന്നു എന്നൊക്കെ ഉള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. സ്വയം ഈ പുകഴ്ത്തുക എന്ന് പറയുന്നത് ചിലർക്കൊരു സന്തോഷമാണ്. പക്ഷെ അത് കേൾക്കുന്നവർക്കും കൂടെ തോന്നണം നല്ല കാര്യമാണെന്നുള്ളത്. നമുക്ക് കേൾക്കുന്നവർക്ക് ഒട്ടും ഇഷ്ടം തോന്നാത്ത രീതിയിലുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഇനി ഇവർ വീണ്ടും ഇത് എനിക്കൊന്ന് ഈ ശാരികയ്ക്കും ഒന്ന് കയറി വരാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ശാരിക ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഇപ്പം എടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. അന്നേരം ശാരികയും ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഒന്ന്
കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ പബ്ലിക്കിലേക്ക് പോകുമല്ലോ. എന്നാണേലും ഇത് കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് ആ ഒരു വീടിൻ്റെ കാര്യത്തിനാണ്. ആ വീടിൻ്റെ കാര്യം രേണു ഇനിയേലും ഒന്നും എടുത്തിടാതിരിക്കുക. അത് കഴിഞ്ഞു, നമ്മളൊരു വീട് വെച്ചു. ഇപ്പോൾ രേണുവിന് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ നിന്നൊരു കുറച്ച് പൈസ എടുത്ത് ആ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാൻ രേണുവിനെ കൊണ്ട് പറ്റത്തില്ലേ? അതല്ലേ ഒരു മാന്യത. രേണു പറയുന്നുണ്ട് ഇത് എൻ്റെ വീടല്ല മക്കളുടെ വീടാണെന്ന്. ഈ മക്കൾ ആരുടെയാണ്? രേണുവിൻ്റെയും സുധിയുടെയും മക്കൾ തന്നെയല്ലേ, അല്ലാതെ നാട്ടുകാരുടെ ആരുടെയും മക്കളൊന്നും അല്ലല്ലോ. ഇവരെ നോക്കാൻ ഏൽപ്പിച്ചേക്കുന്നതല്ലല്ലോ. ആ മക്കൾക്കുള്ള അതേ അവകാശം തന്നെ ആ അമ്മയ്ക്കും ഉണ്ട് അവിടെ. ആ അമ്മ ആ വീട്ടിൽ നിൽക്കുന്ന സ്ഥലത്തോളം കാലം അവർക്കും ഉണ്ട് അതിനകത്ത് അവകാശം. അല്ലാതെ ഇങ്ങനെ ആ വീട്ടിൽ ഞാൻ നിൽക്കുന്നതേ ഉള്ളൂ, വേറൊരു വാടക വീടെടുത്താണല്ലോ മാറണം എന്നൊക്കെ പറയുന്നതിന് ആ സമയത്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളും ചെയ്ത് അവിടെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നതല്ലേ നല്ലത്. ഇതെല്ലാം നിങ്ങളുടേതായ ഇഷ്ടമാണ്. പക്ഷേ മനുഷ്യരിലേക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരെയും കൂടെ ബാധിക്കുന്നതാകുമ്പോഴത്തേക്ക് കുറേയൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള പബ്ലിക്കിൽ വന്നിരുന്ന് ഇങ്ങനെയുള്ള മോശം ഇതെടുക്കാതെ. അതല്ല, ഇനി നിങ്ങൾ വീണ്ടും എയറിലേക്ക് പോകാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് എയറിലേക്ക് കത്തിക്കയറാം. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്.